ഈ PCOD, PCOS ഇതുണ്ടാവുന്നത് ഗട്ട് ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കുറച്ച് വീഡിയോസിൽ കണ്ടതാണ്. ശരിക്കും PCOD ഗട്ട് ഹെൽത്തുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്? PCOD എന്ന് പറയുന്നത് എല്ലാം കണക്റ്റഡ് എന്നല്ല, അതിനകത്ത് ഈ ഹോർമോണൽ കാര്യങ്ങളിൽ ഒത്തിരി ഗട്ട് ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ വയറിൻ്റെ കാര്യത്തിൽ നമുക്ക് അബ്സോർപ്ഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ വേണ്ടുന്ന സാധനം ബോഡിയിലേക്ക് വലിച്ചെടുക്കത്തില്ല. ഇനിയും ചില കാര്യങ്ങളുടെ അളവ് വളരെ കൂടുതലായിരിക്കും, ഷുഗർ കണ്ടന്റ് വളരെ ഹൈ ആയിട്ട് വന്നാൽ ഇതും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് ആയിരിക്കും, പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റി ആയിരിക്കും, പിന്നെ വെയിറ്റ് കൂടാൻ തുടങ്ങും, തൈറോയ്ഡ് വേരിയേഷൻസിലേക്ക് വരും, അത് കഴിഞ്ഞ് മൂഡ് സ്വിങ്സ്, ഇറിറ്റേഷൻ തുടങ്ങും. അപ്പോൾ ആദ്യത്തെ PCOD എന്ന് പറയുന്നത് ഓവറിയിൽ മാത്രമായിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിസ്റ്റുകൾ ഉണ്ടാകുന്നു, എന്നിട്ട് പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റി വരുന്നു. ഇതാണ് PCOS എന്ന് പറയുന്നത്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വെയിറ്റ് കൂടുന്നു, മുടി കൊഴിയുന്നു, മുഖക്കുരു വരുന്നു, ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു, മടി ക്ഷീണം വരുന്നു. അങ്ങനത്തെ പല പല മറ്റു അവയവങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം കമ്പൈൻഡ് ആയിട്ടാണ് ഇതിനാണ് PCOS എന്ന് പറയുന്നത്.